ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാൻ പോവാം. കാരണം ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഡൗട്ടെല്ലാം ഉണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 23-ാം തീയതി തിങ്കളാഴ്ച അമ്മേൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ അതിന് നമ്മളാരും ഇവിടെ ഇല്ല. അപ്പം ഞാനുള്ള സമയത്ത് ഒരു ചെറിയൊരു പരിപാടിയാക്കാൻ വിചാരിച്ചാൽ അമ്മയോട് എന്ന സംഭവം എന്ന് പറഞ്ഞില്ല, അതിനകത്ത് സംഭവങ്ങളുണ്ട്. നമുക്ക് അമ്മേനെ വിളിക്കാം. പറയുന്ന നമുക്ക് കേട്ടൂന്നൊരു ഡൗട്ട്. സാരല്ല, എന്തായാലും കൊടുക്കാൻ പോലെ. വേറെ ഡൗട്ടൊന്നും ഇല്ല. എന്തായാലും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്തെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം. നോക്കാം. എത്ര നേരമായി വിളിക്കുന്നു? ദൂരേക്ക് എത്ര നേരമായി വിളിക്കുന്നു? അനക്ക് പണിയില്ലേ? ഉച്ചക്ക് വരാൻ പറഞ്ഞ ഉച്ചക്ക് വരൂല. ഉച്ചക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ 2 ദിവസമായി ബാക്കിൽ തന്നെ നടക്കുന്നത്. സെലിബ്രിറ്റി ആയിപ്പോയി. അങ്ങനെ ആവണം. സെലിബ്രിറ്റി ആയിപ്പോയി. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി 2 ദിവസമാണ് ബാക്കിൽ തന്നെ. നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടണ്ടേ? അങ്ങനെ ആവണം. ഒരു ചലഞ്ച് ചെയ്യാം നമുക്ക്. എന്നാ വീഡിയോ ഒന്നും വല്ലോ മനസ്സിലായോ? എന്നാ വീഡിയോ ഒന്നും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല. വീഡിയോ നീ എടുക്കാൻ തന്നെ വന്നു അത്ര. എന്തെങ്കിലും ഒരു ഗസ്. അയ്യോ, അഭിനയ കുലപതി. ഒരു ഗസ്സും ഇല്ല. എന്നാ എന്താ ഇത്? വായിക്ക്, നിക്ക്. അതിനകത്തൊരു സംഭവം ഉണ്ട്. അത് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്നോ തോന്നുന്ന ആടെ പോണം. അപ്പൊ ആടെ വേറൊരു സംഭവം ഉണ്ട് എഴുതി. അതൊന്നും അറിയില്ല. വായിച്ചു നോക്ക്. ഇത് ചൂടായത് കൊണ്ടാണോ എന്ന് അറിയില്ല. നല്ല ആശ്വാസമുണ്ട് ഇപ്പോൾ ഇവിടെ. എന്നാ ചൂടായത് കൊണ്ടാണോന്ന് അറിയില്ല, നല്ല ആശ്വാസം ഉണ്ട് ഇപ്പോൾ ഇവിടെ. ചൂടാണോന്ന് അറിയില്ല, നല്ല ആശ്വാസം ഉണ്ട് ഇപ്പോൾ ഇവിടെ. എവിടെയായിരിക്കും? ഒരു സ്ഥലത്തിന് അത് ഉദ്ദേശിച്ചേ. ശരി, ആ ബൾബ് കത്തണ കുറച്ച് പണിയുണ്ട്. ചൂടായത് കൊണ്ടാണോന്ന് അറിയില്ല, നല്ല ആശ്വാസം ഉണ്ട് ഇപ്പോൾ ഇവിടെ. എനക്കതൊന്നും അറിയില്ല കേട്ടാ. അങ്ങനെ പറയാറ്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അതെന്നാ നമ്മളെ ബെഡ്റൂമിൽ എന്നാ ഉള്ളേ? AC. എന്നാ പോയി നോക്ക്. എന്നാന്ന് ബെഡ്റൂമിലാണോ നോക്ക്. ബെഡ്റൂമിൽ ആദ്യം AC ഇല്ലേ? അല്ല, ആടെ ഒരു സാധനം ഉണ്ടമ്മേ. അത് ബെഡ്റൂമിലാണോ എന്നൊന്നും എനിക്കറിയില്ല. AC ആ നിങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ ബാക്കിൽ തന്നെ വരുന്നു. ബെഡ്റൂമിൽ AC ഇല്ലേ? ബെഡ്റൂമിലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് വെച്ചിട്ട് അതെനിക്കറിയില്ല. ഇതെല്ലാം മണം കാണുന്നുണ്ട്. അത് എൻ്റെ സാധനങ്ങളാ. പിന്നെ നീ എന്നാ നോക്കറ. ഞാൻ പറഞ്ഞായിരുന്ന ഇപ്പൊ നിങ്ങക്ക് വേണ്ടുന്നൊരു സാധനം. കൂളറുണ്ട്. പരിധി നോക്കേണ്ടി വരും അല്ലേ? ഇവിടെല്ലാം തണുപ്പുണ്ടല്ലേ ഭയങ്കരമായിട്ട്. എന്റെ അമ്മേന്റെ ബുദ്ധി ആയതുകൊണ്ട് പറയാം. AC കൊറേ പൊടിയുണ്ട്. എനിക്കറിയില്ല, കേറി നോക്ക്. തണുപ്പ്. ഈ അമ്മക്ക് ഇങ്ങനത്തെ ചലഞ്ച് കൊടുത്ത ഞാൻ ഇല്ലെങ്കിൽ ആടെയുള്ള സാധനം ഞാൻ എടുക്കുവേ. ആടെയുള്ള ഗിഫ്റ്റ് ഞാൻ എടുക്കും. ഗിഫ്റ്റ് കടലാസെല്ലാം കാണുന്നുണ്ട്. ഇതിലും പിന്നെ ആദ്യം ഉള്ളതാണ്. അല്ല കുട്ടി, എന്നാ ഇത് സംഭവം? ഇവിടെ തണുപ്പുള്ള ഇത് മാത്രമേ ഉള്ളു. പറഞ്ഞു കൊടുത്ത് ഞാനിപ്പോ ആടെ പോയി കാണിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ ദൈവമേ. കാര്യം തരേണ്ടി വരും മിക്കവാറും. ഇല്ലേ, ആവും പറ്റില്ലേ. നീ അല്ല തണുപ്പുള്ള കൂളറ്. കൂളറില്ലല്ലോ. എന്റെ കയ്യിലുള്ള മറ്റേ പേപ്പർ നോക്കട്ടെ. ഇതെന്തിനാ? ഇതാവുന്നല്ല പോടുന്നത്. പേപ്പർ ഉണ്ടല്ലോ അത് വേറെയാ. ഫ്രിഡ്ജ് കാണിക്കാൻ പറ്റാത്ത കോലത്തിലാണോ ഉള്ളേ? നോക്ക്, എല്ലായിടത്തും നോക്കണേ. ഇതിന്റെ ഉള്ളിൽ എന്നാണ് കാമ്പാ. നിനക്ക് പണി നേരമില്ലാത്ത സമയത്ത് പണി തരലാന്നല്ലോ നമ്മളെ.
എല്ലാം തുറന്നല്ല നോയിക്കാം. അപ്പൊ ഞാനിപ്പൊ പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ ദൈവമേ. കണ്ണും കാണൂല, ചെവിയും കേൾക്കും. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എല്ലാ അറകളും തുറന്നു നോക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലേ കിട്ടൂല. അമ്മ വേറൊന്നും തുറക്കാൻ നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല, വലിച്ചു നോക്കാൻ. ഈശ്വര ഭഗവാനെ, ഞാനല്ലാണ്ട് വേറൊന്നുമില്ല. കക്കിരിക്കല്ലേ ഞാൻ പറയുന്നത്. പിന്നെ ഫുൾ ടൈം ഫ്രിഡ്ജ് നോക്കൂലേ, അന്നേരം പിന്നെ കാണൂലേ. വന്നിട്ട് അപ്പാട് ഫ്രിഡ്ജാ നോക്കാം, അന്നേരം പിന്നെ എനിക്ക് ഇതേടെ വെച്ച് നീ വലുതാകണം വലുതാകണം എന്ന് പറയുന്നതല്ലാതെ എന്നെ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. പൊളിച്ച് പുതിയത് ആകാൻ വല്ല ഉദ്ദേശം. നീ ഇതൊരുപാട് പണിയെടുത്തല്ലോ. നടക്ക്. വലുതാകണം വലുതാകണം എന്ന് വലുതാക്കണം വലുതാക്കണം എന്ന് പറയുന്നതല്ലാതെ എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പൊളിച്ച് പുതിയത് ആക്കാൻ എത്ര കാലായി അതിനൊന്ന് മര്യാദക്ക് ആക്കാൻ പറയുന്നത്. നോക്ക്, എന്തെല്ലാം പണിയാ നീ എടുത്തിന്. ഇനി ഇവിടെ ഉണ്ടാകും. അത് പൊളിച്ച് ആ കടലാസ് വായിക്കല്ലിങ്ങ, ഞാൻ തരാം. എന്റെ ഭഗവാനെ, ഇതെന്നാ നിക്ക് നിക്ക് എന്നായിരിക്കും അതാ. ആ ഇത് ടോപ്പാ ടോപ്പാ ടോപ്പായിരിക്കും. ഫ്രോക്ക് നൈറ്റി. ഞാൻ ടോപ്പാന്നാ വിചാരിച്ചേ. അടിപൊളി. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. രസമുണ്ടാ? സെലക്ട് ചെയ്ത മര്യാദക്ക്. ഇനി ഗിഫ്റ്റ് വേണ്ടെങ്കിൽ ക്ലൂ വേണം. ഗിഫ്റ്റ് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ക്ലൂ എടുത്തിട്ട് ഞാൻ ആ ഗിഫ്റ്റ് എല്ലാം ഞാൻ എടുത്തോളാം. ഗിഫ്റ്റ് നിങ്ങൾക്കല്ലേ ഗിഫ്റ്റ് ക്ലൂ ഇനിയും ഉണ്ടാതെല്ലാം ചോദിക്കുന്നത്. വായിക്കൊച്ച. നീ എങ്ങനെയാ ഇതെല്ലാം എഴുതി ഉണ്ടാക്കുന്നത്? ഇതാ നീ 2 ദിവസമായിട്ട് ഞാൻ എടി വരൂല പറയുന്നല്ലേ. വേറെ സ്ഥലം ഒന്നും കിട്ടാത്തത് കൊണ്ട് ഒരു ബോക്സിന്റെ ഉള്ളിൽ കയറി പെട്ടെന്ന് എടുത്തില്ല, ഞാൻ ശ്വാസം മുട്ടിച്ചാകും പോലും. എവിടെയാ ബോക്സ് ഉള്ളേ? ബോക്സ് നീ പറഞ്ഞുള്ള തരം തുടങ്ങി. ക്യാമറ എടുത്തില്ലല്ലോ നീ. കണ്ടിന് ഞാൻ നോക്കി. ഇനി ഒരു ബോക്സ് ഞാൻ കണ്ട്. എവിടെയാണ് നിങ്ങൾക്കൊരു മര്യാദക്ക് ഇരിക്കാൻ പറ്റിയൊരു ബോക്സ് എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞാനല്ല പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒന്നും വിചാരിക്കരുത് ഗൈസ്, കുറച്ച് കത്താൻ കുറച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സംഭവല്ലേ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്കറിയില്ല ഏത് ബോക്സിലാന്നൊന്നും. എന്നോടാ ചോദിക്കുന്നത്? ഇത് കൊറേ ചാക്കല്ല. അതൊന്നും എനിക്കറിയില്ല. അപ്പൊ ആയിരിക്കില്ല. എന്നാ പിന്നെ വേണ്ട, ഞാൻ നിർത്തിക്കോളാം. ക്ലൂയിങ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ബോക്സ് എന്ന് പറഞ്ഞ പേഴ്സാ വരുന്നത്. ഈ ഒരു റൂമ് മാത്രമേ വീട്ടിലുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ എല്ലാം എടുത്ത് കൈ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ സമയമില്ല. നിങ്ങൾ സമയമുണ്ടോ? ഇപ്പൊ രാത്രി വരെ സമയമുണ്ടല്ലോ, അപ്പൊ നമുക്ക് ചെയ്യാലോ. ഈ ബോക്സാ? ഓ ഇടിയതാ ഒരു കഷ്ണം കടലാസ് കാണുന്നു. ഓ ഹോ 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 കിട്ടിപ്പോയി. കടലാസിങ് ഉണ്ട്.
ഇതിന് കടലാസരി നീ വാങ്ങി വാങ്ങി വെക്കുന്നേ. കള്ളാസ് നിങ്ങൾക്ക് അടുത്തത് തരുമല്ല. എന്തായിരിക്കും? പൊളിക്ക്. ചെരുപ്പ് തുറക്ക്. ഷൂവാ അല്ല, പരന്നിരിക്കുന്ന ഷൂ. ബാഗ് 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 ബാഗ്. താങ്ക് യു താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഗിഫ്റ്റ് വേണോ അതോ ഇനിയുണ്ടാ? അടുത്ത ക്ലൂ വേണോ അതോ ഇവിടെ അവസാനിപ്പിക്കുന്നു? ഗുളു. ഓരോ സാധനം ചെയ്യുമ്പോഴത്തേനും അടുത്ത പറയും മതി എന്നാലും പറയും. ഇനി എന്തിനാ? പണിയില്ലേ? പണിയുണ്ട്. അപ്പൊ വേണ്ടല്ല. വേണ്ടല്ല. വേണോ വേണ്ടിയോ? തരുന്നുണ്ടോ? തന്നെ എന്ന് ഞാൻ തരുന്നില്ല. നേടി കൊണ്ടക്കൈനി. വൃത്തിയാക്കാൻ വേണ്ടിയാണ് എന്നെ ശരിക്കും വാങ്ങിയത്. പക്ഷേ എൻ്റെ ജോലി നീ ഏറ്റെടുത്തത് കൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായില്ല. വാഷിംഗ് മെഷീൻ. അത് വാഷിംഗ് മെഷീൻ. അതിന്റെ മേലെ എന്താണ് കൊണ്ടുവച്ച നീ? ഓഹോ ഹോ 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 ഹോ. എന്റെ അകത്തൊരു ഇത് ഷീറ്റ് ഉണ്ടായിരുന്നു. ഇതെന്താ ഇതിന്റെ പരിപാടി? എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നത് മൊത്തം നീ ഒളിപ്പിച്ചു വെക്കല? അത് മാത്രമേ എനിക്ക് പഠിച്ചിട്ടുള്ളൂ. വേറെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കണ്ടേ? വാഷിംഗ് മെഷീൻ ഞാൻ പോയി തുണിയിട്ട് അലക്കിയിട്ടുണ്ടെങ്കിലോ? അതല്ലേ പറഞ്ഞേ. അതുകൊണ്ടല്ലേ നിങ്ങൾ പോയതിനു ശേഷം ഞാൻ ഒളിപ്പിച്ചു വെച്ചേ. എലിച്ച് കീറങ്ങോട്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ചുരിദാറ് ചുരിദാറ്. ഞാൻ ഇതെല്ലാം ഇപ്പൊ നീ ഒപ്പിച്ചേ. നിങ്ങളെ മോളെ നിങ്ങൾക്ക് പണ്ടേ അറിയില്ലേ? വല്ലാത്ത സാധനം. അയ്യോ, ഇത് രണ്ടും ഏകദേശം ഒരേ കളറാണല്ലോ. എങ്ങനെ ഒരേ കളറാവുക? ഒന്ന് മെറൂണും ഒന്ന് ഗ്രേപ്പ് കളറും. എന്ത് ചെയ്യാൻ, എനിക്ക് ഡാർക്ക് കളറെ കണ്ണു പിടിക്കലോ. അല്ലേ? നിന്റെ കുറേ ഉണ്ട്. ഇനി എന്തുകൊണ്ടാ? ഇനി കടലാസ് വെച്ചിട്ടുണ്ടാ? നിങ്ങൾ എനിക്ക് കടലാസ് എടുത്ത് തരുന്ന ഓർമ്മയില്ലേ? ആ കടലാസാണ് നിങ്ങൾക്ക് രണ്ടാമത് തരുന്നത്. രണ്ട് ചുരിദാറ്. ഈ ചുരിദാർ ഓർമ്മയുണ്ടാ? നീ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാ? ഈ ചുരിദാർ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അമ്മക്ക് അയച്ചു കൊടുത്തിട്ട് ഗൈസ്. അമ്മക്ക് മനസ്സിലായിട്ടില്ല. ഇത് രസമുണ്ട്. ഇപ്പല്ലേ ഞാൻ കാണുന്നത്. ഇത് കടലാസ് ഉണ്ടാ? നിങ്ങൾ എനിക്ക് എടുത്തു തന്നത് വേണോ വേണ്ടിയോ? തന്നെ. ഗിഫ്റ്റ് കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ആവേശമായി. ഇപ്പൊ പിന്നെ വൈക്കുമ്പോഴേ കിട്ടുമ്പോ പിന്നെ നോക്കണ്ടേ. എന്നെ എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല. വന്ന് വന്ന് ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നു എന്ന് കൂടെ മറന്നുപോയി. എന്നെ എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല. വന്ന് വന്ന് ഞാൻ എന്നാ ചെയ്യുന്നെന്ന് ഞാൻ തന്നെ മറന്നുപോയി. എന്നാ ഇവിടെ ഉപയോഗിക്കാത്ത സാധനം, വെറുതെ ഒരു കാര്യമില്ല സാധനം. ഓ, അതെല്ലാം മര്യാദ കിട്ടുക ഗൈസ്. അമ്മക്ക് ഇപ്പോഴും ടി വി എങ്ങനെ ഓണാക്കണ്ടേന്ന് പോലും അറിയില്ല. ഒരു കടലാസും കൂടി ഉണ്ടല്ലോ, എടുത്താ? കടലാസ് കണ്ടേ? ഇങ്ങനെ ആദ്യത്തെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തേത് അത് അറിയാലോ. ഇവിടെ എന്നാ ഉപയോഗിക്കാത്ത, ഇവിടെ എന്ത് പണി എടുക്കുന്നതെന്ന് അറിയാലോ. ക്ലിപ്പ് ഒരുപാടുണ്ടല്ലോ. കമ്മല് മേച്ചായി കമ്മല? അയ്യോ, അതൊന്നും ഞാൻ നോക്കിയില്ല. അതല്ലേ വാങ്ങണ്ടേ? അതിന് മേച്ചായിട്ട് വാങ്ങണ്ടേ? കമ്മല്, വേറൊരു കമ്മല്, വേറൊരു കമ്മല്. നമ്മക്ക് കമ്മലിന്റെ പ്രാന്താ ഗൈസ്.
2 ക്ലിപ്പ്. ഒരു ക്ലിപ്പ് ഞാൻ അതിനകത്ത് വെക്കാൻ മറന്നു, പുറത്തായിപ്പോ. അതുകൊണ്ട് ഞാനിപ്പോ അത് യൂസ് ചെയ്യും. സ്ലൈഡ് ഇഷ്ടപ്പെട്ട കമ്മലേ? അത് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മതിയില്ലേ? ഇനി എന്നാ കടലാസ് പോലത്തെ കൊറേ കിട്ടുമ്പോ ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. മനസ്സിലായി. എന്തെന്ന്? ഇത് ഹിമാലയ. അത് എന്റെയാണ്, അതിനകത്ത് കഴിഞ്ഞിട്ട് പോടുന്നത്. ഇത് കണ്ടില്ലല്ലോ രാവിലെ. പിന്നെ രാവിലെ ഇല്ലാണ്ട് അത് എന്റെയാ, അത് കഴിഞ്ഞ് കൊറേ. അത് പതിയൊക്കെ അതെടുത്തോ, എനിക്കൊരില്ല. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നാ ഇവിടെ വെള്ളത്തിന് വേണ്ടി വേറെ ഒന്നും ഈ പൈപ്പ് മാത്രമേ ഉപയോഗിക്കില്ല, വേറെ ഒരു പൈപ്പ് ഉപയോഗിക്കില്ല. ഇത് കുറച്ച് പണിയെടുക്കുവേ, കുറച്ച് പണിയെടുക്കും. കൊറേ നേരമായി പെട്ടെന്ന് കിട്ടി. അച്ചാറാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങക്ക് എന്നാ പിന്നെ നിർത്തിയാക്കാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിഞ്ഞാൽ അമൂല്യമാണ്, പാഴാക്കരുത്. അതെ, ജല അമൂല്യമാണ്, അത് പാഴാക്കരുത്. പൈപ്പിന്റെ അറിയില്ലേ അതിന് കുട്ടി? അതൊന്നും ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം പോയി എടുക്കട്ടെ. കുളൂതാ. എന്ത് ക്ലൂ? ക്ലൂ ഇവിടെ വെള്ളം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വെള്ളം ഇല്ലേ? തിങ്കിങ് കഷ്ടപ്പെട്ട് ചിന്തിക്കുവാ. അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതെന്താ പൈപ്പിന്റെ അടുത്ത് ആയിരിക്കൂലേ അന്നേരം? എനക്കറിയില്ല, ഞാൻ പൈപ്പിന്റെ അടുത്താണോ അല്ലേ വെച്ച് ഞാനിപ്പോ പറഞ്ഞുതരാൻ പറ്റുമോ? എനിക്കറിയില്ല, പോയി നോക്ക്. ടാങ്കിന്റെ അടുത്തുണ്ടോ? പറയണേ ഏടിയാന്ന്, ഇതെനിക്ക് കിട്ടൂല. വായിക്ക്. മുറ്റത്തെ വലിയ ഒരു കുഴി ശുദ്ധമാണ്, വിശ്വസിക്കാം. രണ്ടും കൂടെ കണക്ട് ചെയ്. മുറ്റത്തെ വലിയൊരു കുഴി ശുദ്ധമാണ്, വിശ്വസിക്കാം. കിണറ്. എനിക്കറിയില്ലേ? നീ കണ്ടിലെന്താ കുട്ടിട്ടുണ്ടാ? ഞാൻ നിങ്ങളെനിക്ക് കേൾക്കാം. നോക്കറ എല്ലായിടത്തും, അന്നേരല്ലേ മനസ്സിലാവൂലൂ. നിങ്ങള് ആകാശത്ത് നോക്കി നടന്ന എങ്ങനെയാ കാണുക? എല്ലായിടത്തും നോക്ക്. മുറ്റത്തെ വലിയൊരു കുഴി, അത് ഇതന്നെ ശുദ്ധമാണ്, ജലം പാഴാക്കരുത്, അമൂല്യമാണ്. കരണ്ടിലല്ലേ നോക്കണ്ടേ മുറ്റത്തെ കുഴി? കരണ്ടില് ഞാൻ എന്തെങ്കിലും കൊടുത്തിടുവാ? ഇത് എന്റെ ഭഗവാനെ, ഇതിലാരെങ്കിലും ചിന്തിക്കുക എന്തിനെ? വീടിയെല്ലാം വെക്കുന്ന ആരെങ്കിലും ചിന്തിക്കുക? മറ്റേ തുറന്നു നോക്ക്. ഈ കടലാസോ തുറന്നു നോക്ക്. ഒരുപാട് പണിയെടുത്തിട്ടാ. അതാ നീ അടിച്ചുവാരൊന്നും ചെയ്യാനല്ലേ? അടിച്ചുവാരില്ല എന്റെ അമ്മ ഭഗവാനെ. ഞാൻ രാഘവമിറ്റും എല്ലാം അടിച്ചുവാരിട്ട് എന്നിട്ട് വെറുതെ പറയില്ല. എന്നെങ്ങാനത് പൊളിയോ? ഇതൊന്നും ഒട്ടിച്ച് വെച്ചിനി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. കാണിക്ക്. ഇതാരോടാണ് ടു യു എന്ന് പറയുന്നതും കൂടി എനിക്ക് ചെയ്തായിരുന്നു. അതിപ്പോ ഞാൻ മാത്രല്ലല്ലോ, എല്ലാരും തരുന്നതാണല്ലോ. അപ്പൊ എനിക്ക് എല്ലാരും ഉണ്ടാ? എല്ലാരും ഇല്ലേ? അതിപ്പോ അവനക്ക് ഒറ്റക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പക്ഷെ നീയാന്ന് മൊത്തം ഞാനൊന്നുമില്ല. ഇത് ചെരുപ്പായിരിക്കും. ചെരുപ്പായിരിക്കും.
യു താങ്ക് യു താങ്ക് യു താങ്ക് യു. എനിക്ക് കള്ളാസുണ്ടോ? എന്തിനാ? ഓ പണിയില്ല. ഇനിയിപ്പോ അച്ചാറുണ്ടായി. എൻ്റെ അടുത്ത് കള്ളാസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനി കള്ളാസ് കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് കള്ളാസുണ്ടോ? കള്ളാസ് കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ അടുത്ത് കള്ളാസ് ഇല്ല. കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ കിട്ടിയില്ലേ? അത് മതിയില്ലേ? അതിന്റെ പുറകിൽ എന്നും കള്ളാസും ഉണ്ട്. എന്തിനാ മതിയാവുന്നില്ലേ ഇത്? എന്തെല്ലാം കിട്ടിയ ഇനിയിപ്പം എല്ലാം എനിക്ക് അല്ല നിനക്കാണ്ട് എല്ലാം തന്നെ. താങ്ക് യു താങ്ക് യു താങ്ക് യു എവരിബഡി. താങ്ക് യു എവരിബഡി. താങ്ക് യു മൈ ഡിയേഴ്സ്. ഇതിലെങ്ങനെ നീ ഒപ്പിച്ച്? നീ വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഓ ആയി ആയി എന്നാ ഇത് എൻ്റെ ഒരു പരതൽ വീഡിയായിപ്പോയി അല്ലേ? പിന്നെ പരത്തണ്ടേ ഇത് ഒപ്പിക്കാൻ ഞാൻ പെട്ടാ. നിന്നോട് ഇന്നലെ അങ്ങോട്ട് വരാൻ പറ്റും. നീ ഇതാന്നല്ലേ വരാൻ? ഞാൻ ഇന്നലെ ടൗണിൽ പോയിട്ട് അമ്മേനെ കൂട്ടാണ്ട് പോയി. അമ്മേനെ കൂട്ടാണ്ടല്ല, അമ്മേനെ ആടെ ആക്കിയിട്ട് ഞാൻ പോയി. അമ്മ ഇല്ലെങ്കിൽ അമ്മ വരും. കഴിഞ്ഞ ബർത്ത്ഡേക്കാ അമ്മ, അതിന് മുമ്പത്തെ ബർത്ത്ഡേക്കാ ഇരിക്കും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് എന്തോന്നേ വെഡിങ് ആനിവേഴ്സറിക്കാ ബർത്ത്ഡേക്ക് എന്നോ അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും ഒപ്പിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ അപ്പനും വന്ന് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഫോണിലേക്ക് കൂടെ അവരെ വിളിച്ചോട്ടെ അവർ സാരത്തിച്ചത്. സർപ്രൈസ് ആയോ? പിന്നെ വല്ലാത്തൊരു സർപ്രൈസ്. പണി കിട്ടിയ സർപ്രൈസ്. ഞാനിങ്ങനെ യൂട്യൂബിലെല്ലാം നോക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഇതേപോലെ വീഡിയോ ചെയ്യാം. അന്നേരം ഞാൻ വിചാരിച്ചു നമുക്ക് കത്തൂല ഭഗവാനെ, ഞാൻ എന്ത് തേങ്ങ ക്ലൂ കൊടുക്കുന്നു. എത്ര കത്തി എന്നിട്ട് പിന്നെ എന്താ പറയേണ്ടത്? നീ ഇങ്ങനെയല്ല പറഞ്ഞാലും എടിയാന്ന് ഇതൊന്ന് പിന്നെ കുടിവെള്ളം പാഴാക്കരുത് പറയുമ്പോ പെട്ടെന്ന് നമ്മള് പൈപ്പ് അല്ല ഞാൻ എന്നിട്ട് ഞാൻ കിണറെന്ന് എഴുതി വെക്കാതിനകത്ത് കിണറിന്റെ സൈഡിൽ കിണറെന്ന് ഓർമ്മ വരില്ല, പൈപ്പിന്റെ ഇടുക്കിയാ പോവാ. പിന്നെ പറ ക്ലൂ വെള്ളം പാഴാക്കരുത് എന്ന് പറയുമ്പോ ക്ലൂ എന്ത് തരും പറ. ആടെ ക്ലൂ എന്ന് ഇടണ്ടെന്നറിയാ. പിന്നെ പണ്ടത്തെ കടങ്കഥ അങ്ങാറ്റ് ഇടേണ്ടി വരും. അത് ഞാൻ വിചാരിച്ചില്ലേ. അപ്പൊ തന്നെ കണ്ടുപിടിക്കുമല്ലോ. പിന്നെ എന്തിനാ നിന്നാ പിന്നെ കിണറുണ്ടെന്ന് പറഞ്ഞാ പോരെ. അല്ല പിന്നെ ജലസ്രോതസ് എന്നങ്ങാറ്റ് പറയേണ്ടി വരും. അത്രക്ക് മലയാളം എനിക്ക് വന്നില്ല. അടുത്ത പ്രാവശ്യം അമ്മ എന്റെ ബർത്ത്ഡേക്ക് അങ്ങനെ തന്നാ മതി. ജലസ്രോതസ് അല്ലാതെ കണ്ട് ജലം അമൂല്യമാണ് പാഴാക്കരുത് പറയുമ്പോ ഇപ്പൊ പെട്ടെന്ന് പൈപ്പ് തുറന്നിടുന്നതാ. അമ്മേ ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തന്നതല്ല. ഇത്രയെങ്കിലും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തന്നതല്ല. മനസ്സിലാക്കണം. ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒന്നും അറിയണ്ടേ? എല്ലാരും ക്ലൂ കൊടുക്കും. എന്നിട്ട് ഞാനെല്ലാം കണ്ടെത്തിയില്ലേ. കടാ അഹങ്കാരം കണ്ടാ ഭയങ്കര അഹങ്കാരാന്ന് പറഞ്ഞിട്ടില്ലേ. ഇല്ലേ ഞാനാ ആദ്യല്ലേ ഞാൻ കഷ്ടപ്പെട്ടനെ ഒന്നത് ബലിച്ച് തുറന്നു നോക്കാത്തേ. ബോക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ബോക്സ് എല്ലാ ബോക്സിലും തുറന്നു നോക്കണ്ടേ. ഇഷ്ടപ്പെട്ടാ? ഹാപ്പി ആയോ? എല്ലാം ഇഷ്ടം. ഇനി എന്നാ കിട്ടാനുള്ള എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടി. എന്തൊക്കെയോ കിട്ടാൻ ബാക്കിയുണ്ടാ. എന്നാന്ന് എന്ത് ദൈവമേ. ചുരിദാർ 2 ചുരിദാർ, ഒരു മാക്സി, പിന്നെന്നാ ചെരുപ്പ്, ബാഗ്, ക്ലിപ്പ്. കുറച്ചുകൂടെ ഇരുന്ന അമ്മേന്റെ വിനയം കണ്ടോ ഗൈസ്. ഇതിന് ഇങ്ങനത്തെ ഒരു അമ്മേനെ അവിടെ കിട്ടും. വിനയം. ഏതെങ്കിലും ബർത്ത്ഡേക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ആദ്യമായിട്ടല്ലേ. ഇക്കൊല്ലെല്ലാം അടിച്ചു വിളിച്ച് വെഡിങ് ആനിവേഴ്സറിയും പിന്നെന്താ ബർത്ത്ഡേയും പിന്നെന്താ ഉണ്ടായിനി. ബർത്ത്ഡേക്ക് ഞാനിവിടെ ഇല്ല ഗൈസ്. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അന്നേ കൊടുക്കൂലേനും. പക്ഷെ ഞാൻ എന്നേടി ഇല്ല. ഞാൻ നാളെ പോകുന്നു. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 2 ദിവസമായി ബാക്കിൽ തന്നെ നടക്കുന്നത്. അമ്മ വീഡിയോ എടുക്കുക. അപ്പം ഞാൻ എന്ത് വീഡിയോ എന്നാ വിചാരിച്ചാൽ ഞാൻ ഇന്നലെ പോയിട്ട് ഒന്നും മേടിച്ചിട്ടില്ല ഒന്നും വിചാരിച്ചില്ല. പിന്നെ എന്തോ ചെറിയ തട്ടിപ്പാന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ എന്തോ ഒരു ചെറിയ തട്ടിപ്പ്. ഒരു ചുരിദാറങ്ങാറ്റ് മേടിക്കാനേ ഇരിക്കും. അച്ഛനും മോളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചിന്. പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ അത്രത്തോളം വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പണിയാ എല്ലാ ഗിഫ്റ്റും കിട്ടിയത് ഓർക്കാ. എന്നിട്ട് പണിയാന്ന്. അല്ല ഇത് പരുത്തി പിടിക്കല് അല്ല ഇനി ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ എടുത്തു തരാം കൈമിലേക്ക്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടോയോ. ഹാപ്പി ബർത്ത്ഡേ ടോയോ.
അപ്പം ശരി എന്നാൽ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.